ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നിനാണ് 2025 സാക്ഷ്യം വഹിച്ചത്. 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഭൂരിഭാഗം പേരും കരുതിയത് പേടിഎമ്മിന്റെ കഥ അവിടെ അവസാനിച്ചുവെന്നാണ്. ഓഹരി വിപണിയിലെ തകർച്ചയും വർദ്ധിച്ചു വരുന്ന നഷ്ടങ്ങളും നിക്ഷേപകരുടെ അവിശ്വാസവും കമ്പനിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു. എന്നാൽ വെറും 15 മാസങ്ങൾക്കിപ്പുറം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പേടിഎം ഒരു അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. 2025 അവസാന പകുതിയിൽ പേടിഎമ്മിന്റെ ഓഹരി വില 300 രൂപയിൽ നിന്ന് കുതിച്ചുയർന്ന് 1300 രൂപയ്ക്ക് മുകളിലെത്തി. ചരിത്രത്തിൽ ആദ്യമായി 2025 ജൂൺ പാദത്തിൽ കമ്പനി 123 കോടി രൂപയുടെ അറ്റാദായം നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. 2025 നവംബർ 26-ന് RBIയിൽ നിന്ന് പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൂടി ലഭിച്ചതോടെ പേടിഎമ്മിന്റെ തിരിച്ചുവരവ് പൂർണ്ണമായി. ഈ ഫീനിക്സ് പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ അലിഗഡിലുള്ള ഹർദുവഗഞ്ച് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വിജയ് ശേഖർ ശർമ്മയുടെയും പേടിഎമ്മിന്റെയും യാത്ര ആരംഭിക്കുന്നത്. സാധാരണ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായിരുന്നു അദ്ദേഹം. ഹിന്ദി മീഡിയത്തിൽ പഠിച്ച വിജയ് ഡൽഹി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എത്തിയപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ തളർത്തിയില്ല. 2000-ൽ ഇന്റർനെറ്റ് ഇന്ത്യയിൽ പ്രചാരത്തിലായി വരുന്ന കാലത്ത് 197 കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിൽ അദ്ദേഹം തന്റെ ആദ്യ സംരംഭം തുടങ്ങി. മൊബൈൽ റിംഗ് ടോണുകൾ, ക്രിക്കറ്റ് സ്കോറുകൾ, വാർത്തകൾ, ജോക്സ് എന്നിവ SMS വഴി നൽകുന്ന സേവനമായിരുന്നു ഇത്. തുടക്കത്തിൽ വരുമാനം കുറവായിരുന്നുവെങ്കിലും വിജയ് തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു. ഒരിക്കൽ ചൈന സന്ദർശിച്ചപ്പോൾ അവിടെ ജാക്മ എന്ന സംരംഭകൻ ആലിപേ വഴി മൊബൈൽ പേയ്മെന്റിലൂടെ വിപ്ലവം സൃഷ്ടിക്കുന്നത് വിജയ് കണ്ടു. പണമില്ലാതെ ഫോൺ മാത്രം ഉപയോഗിച്ച് കടകളിൽ സാധനങ്ങൾ വാങ്ങുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യയിലും ഇത്തരം ഒരു മാറ്റം സാധ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ പേ ത്രൂ മൊബൈൽ എന്നതിന്റെ ചുരുക്ക രൂപമായ പേടിഎം 2010-ൽ പിറവിയെടുത്തു. തുടക്കത്തിൽ മൊബൈൽ റീചാർജുകൾക്കും DTH ബിൽ പേയ്മെന്റുകൾക്കും മാത്രമായിരുന്നു ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നത്. ആളുകൾ കടകളിൽ പോയി ക്യൂ നിൽക്കുന്നതിന് പകരം പേടിഎം വഴി റീചാർജ് ചെയ്യാൻ തുടങ്ങി. 2014-ൽ പേടിഎം തങ്ങളുടെ ഡിജിറ്റൽ വാലറ്റ് അവതരിപ്പിച്ചു. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വാലറ്റിലേക്ക് പണം മാറ്റി അത് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇത് ഉപഭോക്താക്കളെ അനുവദിച്ചു. ഊബർ പോലുള്ള കമ്പനികൾ പേടിഎം വാലറ്റ് സ്വീകരിച്ചു തുടങ്ങിയതോടെ ഇതിന്റെ പ്രചാരം വർദ്ധിച്ചു. കമ്പനിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിനായി 2015-ൽ ചൈനീസ് ഭീമന്മാരായ ആൻഡ് ഫിനാൻഷ്യൽ നിന്നും $680 മില്യൺ വമ്പൻ നിക്ഷേപം പേടിഎം സമാഹരിച്ചു. വിജയ് ശേഖർ ശർമ്മയുടെ റോൾ മോഡലായ ജാക്മ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിക്ഷേപകനായി എത്തി എന്നത് വലിയൊരു നേട്ടമായിരുന്നു. പേടിഎമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം 2016 നവംബർ 8-നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചതോടെ രാജ്യത്ത് കറൻസി ക്ഷാമം രൂക്ഷമായി. ATMകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ രൂപപ്പെട്ടു. കയ്യിൽ പണമില്ലാതെ ജനം വലഞ്ഞു. ഈ അവസരം വിജയ് ശേഖർ ശർമ്മ സമർത്ഥമായി ഉപയോഗിച്ചു. പിറ്റേ ദിവസം തന്നെ പത്രങ്ങളിൽ അബ് ATM നഹി പേടിഎം കരോ എന്ന പരസ്യവുമായി അവർ വിപണി പിടിച്ചടക്കി. വെറും 3 മാസത്തിനുള്ളിൽ വാലറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം 125 മില്യണിൽ നിന്ന് 185 മില്യണായി ഉയർന്നു. തെരുവ് കച്ചവടക്കാർ മുതൽ വൻകിട ഷോപ്പിംഗ് മാളുകൾ വരെ, ചായക്കടകൾ മുതൽ ഓട്ടോറിക്ഷകൾ വരെ പേടിഎമ്മിന്റെ നീല QR കോഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പേടിഎം എന്നത് ഡിജിറ്റൽ പേയ്മെന്റിന്റെ പര്യായമായി മാറി. എന്നാൽ ഈ വമ്പൻ വിജയത്തിനിടയിലും ചില വലിയ ഭീഷണികൾ പേടിഎം അവഗണിച്ചു. വിജയത്തിന്റെ തിളക്കത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ അവർ കണ്ടില്ല. 2016-ൽ തന്നെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI അവതരിപ്പിച്ചിരുന്നു. വാലറ്റിൽ പണം നിറയ്ക്കാതെ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം അയക്കാം എന്നത് UPIയുടെ വലിയ പ്രത്യേകതയായിരുന്നു. പേടിഎം തങ്ങളുടെ വാലറ്റ് സംവിധാനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ എതിരാളികൾ UPI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിപണി പിടിച്ചടക്കി. ലളിതമായ ഇന്റർഫേസും നേരിട്ടുള്ള ബാങ്ക് ഇടപാടുകളും ക്യാഷ് ബാക്കുകളും കാരണം ഉപഭോക്താക്കൾ പതുക്കെ പേടിഎമ്മിൽ നിന്ന് ഈ പുതിയ ആപ്പുകളിലേക്ക് മാറി. പേടിഎം UPIയിലേക്ക് മാറാൻ വൈകിയത് അവർക്ക് വലിയ തിരിച്ചടിയായി. ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും വെല്ലുവിളിക്കാൻ പേടിഎം ആരംഭിച്ച ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിരുന്നു പേടിഎം മാൾ. വമ്പൻ ഓഫറുകളും ക്യാഷ് ബാക്കും നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ലോജിസ്റ്റിക്സിലും സാധനങ്ങൾ എത്തിക്കുന്നതിലും നേരിട്ട പാളിച്ചകൾ ഉപഭോക്താക്കളെ നിരാശരാക്കി. കൂടാതെ ക്യാഷ് ബാക്ക് നേടാനായി ചില വ്യാപാരികളും ജീവനക്കാരും ചേർന്ന് നടത്തിയ തട്ടിപ്പുകൾ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കി. ഏകദേശം $3 ബില്യൺ മൂല്യമുണ്ടായിരുന്ന പേടിഎം മാളിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. 2021-ൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ IPOയുമായി പേടിഎം ഓഹരി വിപണിയിലെത്തി. 18,300 കോടി രൂപയായിരുന്നു ലക്ഷ്യം. എന്നാൽ അമിതമായ മൂല്യനിർണ്ണയവും വ്യക്തമായ ലാഭസാധ്യതകൾ ഇല്ലാത്തതും കാരണം ലിസ്റ്റിംഗ് ദിവസം തന്നെ ഓഹരി വില 27% ഇടിഞ്ഞു.
2150 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഓഹരി നിക്ഷേപകർക്ക് വൻ നഷ്ടം വരുത്തി. ഇത് പേടിഎമ്മിന്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിച്ചു. പേടിഎമ്മിനെ പിടിച്ചുലച്ച ഒരുപക്ഷെ തകർത്തേക്കാവുന്ന ഏറ്റവും വലിയ ആഘാതമുണ്ടായത് 2024 ജനുവരി 31-നാണ്. പേടിഎം പേയ്മെന്റ്സ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ റിസർവ് ബാങ്ക് കണ്ടെത്തി. KYC നിയമങ്ങൾ പാലിക്കാത്തതും ഒരേ പാൻ നമ്പറിൽ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ തുറന്നതും കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിൽ പരാജയപ്പെട്ടതും വലിയ പ്രശ്നങ്ങളായി. തുടർന്ന് 2024 ഫെബ്രുവരിയിൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെതിരെ RBI കർശന നടപടി സ്വീകരിച്ചു. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ, അതായത് നിക്ഷേപം സ്വീകരിക്കൽ, വാലറ്റ് ടോപ്പപ്പ് തുടങ്ങിയവ മാർച്ച് 15 നിർത്താൻ ഉത്തരവിട്ടു. ഇതോടെ പേടിഎമ്മിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഉപഭോക്താക്കൾ പരിഭ്രാന്തരായി. വ്യാപാരികൾ പേടിഎം QR കോഡുകൾ മാറ്റാൻ തുടങ്ങി. ഓഹരി വില 761 രൂപയിൽ നിന്ന് 300 രൂപയിലേക്ക് കൂപ്പുകുത്തി. കൂടാതെ 2020 ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഗൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനീസ് നിക്ഷേപമുള്ള കമ്പനികൾക്കെതിരെ ഇന്ത്യയിൽ ശക്തമായ വികാരം നിലനിന്നിരുന്നു. ആലിബാബയുടെയും ആൻഡ് ഫിനാൻഷ്യലിന്റെയും വലിയ ഓഹരി പങ്കാളിത്തം പേടിഎമ്മിന് ഒരു ചൈനീസ് കമ്പനി എന്ന പേരുദോഷം നൽകി. ഇത് സർക്കാർ തലത്തിലും അനുമതികൾ ലഭിക്കുന്നതിന് തടസ്സമായി. എല്ലാവരും എഴുതി തള്ളിയെടുത്തു നിന്നാണ് വിജയ് ശേഖർ ശർമ്മയും സംഘവും തിരിച്ചുവരവിനുള്ള പോരാട്ടം ആരംഭിച്ചത്. തോൽക്കാൻ മനസ്സില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അതിജീവനത്തിനായി അവർ കൃത്യമായ ഒരു 5 പോയിന്റ് സ്ട്രാറ്റജി ആവിഷ്കരിച്ചു. RBIയുടെ വിലക്ക് വന്നതോടെ പേടിഎം തങ്ങളുടെ ഇടപാടുകൾ സ്വന്തം പേയ്മെന്റ്സ് ബാങ്കിൽ നിന്ന് ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, SBI, യെസ് ബാങ്ക് തുടങ്ങിയ വൻകിട ബാങ്കുകളിലേക്ക് മാറ്റി. ഇതിനായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ ലൈസൻസ് നേടി. ഇത് പേടിഎം UPI സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരാൻ സഹായിച്ചു. ഉപഭോക്താക്കൾക്ക് അവരുടെ പഴയ UPI ഐഡികൾ മാറ്റാതെ തന്നെ സേവനം തുടർന്നും ഉപയോഗിക്കാൻ സാധിച്ചു. കമ്പനിയുടെ ഇന്ത്യൻ മുഖം തിരിച്ചുപിടിക്കാൻ ചൈനീസ് നിക്ഷേപകരെ ഒഴിവാക്കേണ്ടത് അനിവാര്യമായിരുന്നു. 2025 ഓഗസ്റ്റ് 5-ന് ജാക്ക് മായുടെ ആൻഡ് ഫിനാൻഷ്യൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ 5.84% ഓഹരികളും ഏകദേശം 3803 കോടി രൂപയ്ക്ക് വിറ്റ് പൂർണ്ണമായും പേടിഎമ്മിൽ നിന്ന് പിൻവാങ്ങി. ഇതോടെ പേടിഎം പൂർണ്ണമായും ഇന്ത്യൻ നിക്ഷേപകരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായി മാറി. ഇത് സർക്കാരിന്റെയും RBIയുടെയും വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചു. പണം കണ്ടെത്താനും കോർ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പേടിഎം തങ്ങളുടെ ടിക്കറ്റിംഗ് സേവനങ്ങളെ, അതായത് പേടിഎം ഇൻസൈഡർ, ടിക്കറ്റ് ന്യൂ, സിനിമ ഇവന്റ് ടിക്കറ്റുകൾ വിൽക്കാൻ തീരുമാനിച്ചു. 2024 ഓഗസ്റ്റിൽ ഈ വിഭാഗത്തെ സൊമാറ്റോയ്ക്ക് 2048 കോടി രൂപയ്ക്ക് കൈമാറി. ഈ പണം കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി കർശനമായ ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിച്ചു. AI ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കി. കസ്റ്റമർ സപ്പോർട്ട് പോലുള്ള മേഖലകളിൽ AI ചാറ്റ്ബോട്ടുകളെ ഉപയോഗിച്ചു. നിർഭാഗ്യവശാൽ ഇതിന്റെ ഭാഗമായി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വന്നെങ്കിലും ഇത് കമ്പനിയുടെ പ്രവർത്തന ചെലവ് 30% കുറയ്ക്കാൻ സഹായിച്ചു. വായ്പാ വിതരണത്തിലും സൗണ്ട് ബോക്സ് ബിസിനസ്സിലും കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കടകളിൽ പണം ലഭിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന സൗണ്ട് ബോക്സ് പേടിഎമ്മിന്റെ കണ്ടുപിടുത്തമായിരുന്നു. 2025 പകുതിയോടെ 1.3 കോടിയിലധികം സൗണ്ട് ബോക്സുകൾ വിപണിയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇവയിൽ നിന്നുള്ള സബ്സ്ക്രിപ്ഷൻ ഫീസ് കമ്പനിക്ക് സ്ഥിരമായ വരുമാനം നൽകി. ഈ തന്ത്രങ്ങൾ ഫലം കണ്ടു തുടങ്ങി. 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ പേടിഎം 123 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. മുൻ വർഷം ഇതേ കാലയളവിൽ 839 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ നേട്ടം. തുടർച്ചയായ നഷ്ടങ്ങൾക്ക് ശേഷമുള്ള ഈ ലാഭം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമായി. അതിലുപരി 2025 നവംബർ 26-ന് ദീർഘകാലമായി കാത്തിരുന്ന പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ് RBI പേടിഎമ്മിന്റെ ഉപസ്ഥാപനമായ പേടിഎം പേയ്മെന്റ് സർവീസസിന് അനുവദിച്ചു. പുതിയ ഓൺലൈൻ വ്യാപാരികളെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇത് പേടിഎമ്മിനെ അനുവദിച്ചു. 2 വർഷത്തോളമായി ഇതിന് വിലക്കുണ്ടായിരുന്നു. ഈ ലൈസൻസ് ലഭിച്ചതോടെ പേടിഎമ്മിന്റെ ബിസിനസ് വിപുലീകരണത്തിനുള്ള പ്രധാന തടസ്സം നീങ്ങി. വർഷങ്ങളായി നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ ഓഹരി വിപണിയിൽ വലിയ ഉണർവുണ്ടായി. 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ ഓഹരി വില 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 1360 രൂപയ്ക്ക് മുകളിലെത്തി. 2024 ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് 300%-ലധികം വളർച്ചയാണ് ഓഹരിയിൽ ഉണ്ടായത്. ജെഫറീസ് പോലുള്ള ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പേടിഎമ്മിന്റെ ഓഹരി വാങ്ങാൻ നിർദ്ദേശിച്ചു. പേടിഎമ്മിന്റെ ഈ തിരിച്ചുവരവ് ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു പാഠപുസ്തകമാണ്. ഒരു കമ്പനി എത്രത്തോളം താഴേക്ക് വീണാലും ശക്തമായ നേതൃത്വവും കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് വിജയ് ശേഖർ ശർമ്മ തെളിയിച്ചു. വീഴ്ചകളിൽ പതറാതെ വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റാനും കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും കാണിച്ച ധൈര്യമാണ് അവരെ രക്ഷിച്ചത്. ഇന്ന് ചൈനീസ് മുദ്രകൾ മായ്ച്ചു കളഞ്ഞ് ലാഭകരമായ ഒരു ഇന്ത്യൻ കമ്പനിയായി പേടിഎം മാറിയിരിക്കുന്നു. UPI വിപണിയിൽ ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും ഒപ്പം കടുത്ത മത്സരം തുടരുമ്പോഴും വ്യാപാരികൾക്കിടയിലുള്ള അവരുടെ സ്വാധീനം വളരെ വലുതാണ്.
ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫീനിക്സ് പക്ഷിയെപ്പോലെ പേടിഎം വീണ്ടും ഇന്ത്യൻ ഫിൻടെക് ആകാശത്ത് ചിറക് വിരിച്ചു പറക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.